അപ്പം നമ്മൾ ചന്ദ്രഗിരി കോട്ടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. കളനാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രണ്ട് AI ക്യാമറയൊക്കെ ഇരിക്കുന്ന കണ്ട. അപ്പോൾ ഇപ്പം ഹോട്ടൽ റോഷനായിന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അവരൊക്കെ വലിയ കാര്യമായിട്ട് നമ്മളെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവരൊക്കെ വന്ന് നമ്മുടെ കുഞ്ഞിയുടെ അടുത്ത് വന്ന് അവരെ കാണുകയാണ്. മോനെ ഇങ്ങോട്ട് പോകണം. അപ്പോൾ രാവിലെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എക്സ്ട്രാ 2 ചായയും കൂടി വാങ്ങിച്ച്. കാരണം പോണ വഴിയിൽ ഇപ്പം നോമ്പുകാലമായതുകൊണ്ട് എപ്പോഴും കട കാണിയല്ലോ, ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച ഫ്ലാസ്ക് ഉണ്ട്. അപ്പോൾ ഫ്ലാസ്കിൻ്റെ അകത്ത് നമ്മൾ 2 ചായയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോട്ടൽ റോഷ്ന നല്ല ഫുഡ്, നല്ല പെരുമാറ്റവും, അടിപൊളി ചേട്ടന്മാർ. അപ്പോൾ നമ്മൾ പതിയെ നീങ്ങുകയാണ്. അങ്ങ് അകലെ നമുക്ക് വിഷുവിനെ വരവേറ്റുകൊണ്ടുള്ള കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പം നമ്മൾ കളനാട്ടിൽ നിന്ന് പതിയെ നീങ്ങുകയാണ് കാസർഗോഡ് സൈഡിലോട്ട്. അപ്പോൾ ശരി, യാത്ര തുടരാം. നമ്മളിപ്പോൾ കളനാടാണുള്ളത്. കളനാട് ഹൈദ്രോസ് ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. റോഡിൻ്റെ സൈഡിൽ തന്നെ വളരെ മനോഹരമായ ഒരു മസ്ജിദ്. വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായൊരു മസ്ജിദാണിത്. ഒരുപാട് കുമ്പകളോ ഒരുപാട് വെച്ചുകെട്ടുകളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ളൊരു മസ്ജിദ്. കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് കണ്ട ആ മസ്ജിദ് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു മസ്ജിദ്. അപ്പോൾ നമ്മൾ ഈ വഴിയെ പതിയെ യാത്ര ചെയ്യുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. ഒരു 4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അവിടെ തുറക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പതിയെ പോകുന്നത്. ഇപ്പോൾ കളനട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പതിയെ മുന്നോട്ട് പോകാം. അപ്പോഴത്തെ നമ്മൾ ചന്ദ്രഗിരി കോട്ടയുടെ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്താണ് കാര്യം എന്നറിയില്ല. ഏതായാലും നട കയറി മേള് വരെ ഒന്ന് പോയി നോക്കാം. അതേ നടക്കൂ. കുഞ്ഞിനെ ഞാൻ സേഫായിട്ട് അവിടെ സൈക്കിളിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞി. അപ്പോൾ ഞാൻ മുകളിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ കണ്ടിട്ട് ഇവിടെയൊന്നും ആരും വരുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയൊന്നും ഓഫീസിലോ ഒന്നും സംഭവങ്ങളില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചുമ്മാ കിടന്ന് നശിച്ചു പോകുന്നൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഒരു ബാത്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം നശിച്ച് കിടക്കുക. ഒരു പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. പക്ഷേ മേളിലോട്ടൊന്ന് പോയി നോക്കാം. ഏതൊക്കെയാലും എൻട്രൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ആ സൈഡിൽ ഞാൻ വരുന്ന വഴിയിൽ ഒരു ഗേറ്റ് കണ്ട്, കോട്ടയിലോട്ട് ഡയറക്റ്റ് കയറാനുള്ള ഒരു ഗേറ്റ്, നടയല്ലാതെ. ഇതൊക്കെ പിന്നീട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇവിടെ പാർക്കിംഗ് ഉണ്ടാക്കിയപ്പോഴത്തേനും ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മുകളിലോട്ട് കയറി പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് താഴോട്ടുള്ള കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. ഏതായാലും മുകളിലോട്ട് കയറുകയാണ്. അപ്പുറത്തൊരു വലിയ പുഴയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ പുഴയിൽ പോയിട്ട് ഒന്ന് ഫ്രഷാകാമെന്ന് വിചാരിക്കുന്നു. ചന്ദ്രഗിരി പുഴ ആയിരിക്കണം. അതിൻ്റെ അങ്ങേ കര ചെല്ലണേ നല്ല ട്രെയിൻ എടുത്ത് പോകണം. അപ്പുറത്ത് വള്ളങ്ങളൊക്കെ അടുത്ത് കിടപ്പുണ്ട്. അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ആ പാലത്തെ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്രോസ് ചെയ്ത് അക്കരെ എത്തി നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാലും മുകളിലോട്ടൊന്ന് ചെന്ന് നോക്കാം. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, അല്ല തുറന്ന് കിടക്കുകയാണ് കേട്ടോ. ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ഒന്ന് കയറി നോക്കാം. കുഞ്ഞിതേ താഴെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, അവളെ പോസ്റ്റിൻ്റെ അവിടെ ചാരി വെച്ചിരിക്കുകയാണ്. പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞാൻ ലോക്ക് ചെയ്യാതെയാണ് പോകുന്നത്. ഏതൊക്കെയാലും എൻട്രൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് താഴോട്ട് പോകാം. ഇവിടെ ആരെയും കാണുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. തുറന്ന് കിടക്കുക കേട്ടോ. കാര്യം പറഞ്ഞാൽ കയറാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് കയറാം.
ധൈര്യമായിട്ട് കയറാം. അപ്പോൾ കുഞ്ഞിനെ താഴെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് മെല്ലെ കൊണ്ടുവരാം. താഴെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി പാർക്കിങ്ങിലോട്ട് മാറ്റി ലോക്ക് ചെയ്യാം, എന്നിട്ട് കയറി വരാമെന്ന് വിചാരിക്കുന്നു. വളരെ വിജനമായ പ്രദേശമാണ് കേട്ടോ. ഇതുണ്ടോ, ഈ കോട്ടയിൽ നിന്ന് നോക്കിയാൽ ആ കടലിലോട്ട് പോകുന്നതെല്ലാം കാണാം. ആ പാലത്തെ കൂടെ വണ്ടികളൊന്നും പോയി കാണുന്നില്ല. ഇനി ആ പാലം റെയിൽവേയുടെ പാലമാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പെട്ടുപോകും. അപ്പുറത്തൊക്കെ ട്രെജറോ ഒക്കെ കിടപ്പുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്, വളരെ മനോഹരമായൊരു സ്ഥലം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ചന്ദ്രഗിരി കോട്ടയിലാണ്. കാസർഗോഡിൻ്റെ തന്നെ മറ്റൊരു കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട. ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ മല കയറി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വലിയൊരു തടാകമാണ് കാണാൻ പറ്റുന്നത്. തടാകമല്ല, ഒരു പുഴയാണ്. ആ പുഴ വളരെ വിശാലമായൊരു പുഴയാണ്. ഇതാ ഈ സൈഡിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. കണ്ടോ, അത് റെയിൽവേ ലൈനാണ്. അതിന് തൊട്ടപ്പുറം വള്ളങ്ങൾ അടുക്കുന്ന ഒരു പ്രദേശമാണ്. ഇതെല്ലാം കൂടുതലും മുക്കുവർ താമസിക്കുന്ന ഏരിയയാണ് ഈ രണ്ട് സൈഡിലും. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു മസ്ജിദ് കാണാൻ പറ്റും. അങ്ങ് അകലെയായിട്ട് നമുക്കൊരു മസ്ജിദ് കാണാൻ പറ്റുന്നതാണ്. മസ്ജിദിൻ്റെ കുമ്പകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിനി മാലിക് ദിനാർ പള്ളിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെയെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലോട്ട് പോകുന്നത് അനുവദനീയമാണോ എന്നറിയത്തില്ലാത്ത ഞാൻ താഴെ പാർക്കിങ്ങിലൊക്കെ കൊണ്ടുപോയി കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് പതിയെ ഈ സ്റ്റെപ്പുകൾ കയറിയാണ് മുകളിലേക്ക് വന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് വന്നു. താഴെ കാണുന്ന ആ സ്ഥലമാണ് പാർക്കിംഗ് ഏരിയ. ഈ മെയിൻ ഏരിയയിലൂടെ ഇങ്ങനെ കയറി വരുന്ന ഒരു ഏരിയ ഉണ്ട്, പക്ഷേ അവിടെ ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊന്നും ഒരു മനുഷ്യൻ പോലുമില്ല. താഴെ ബാത്റൂം ഫെസിലിറ്റിയും ഓഫീസും ഒക്കെ ഉണ്ട്. തേണ്ടി ഇവിടെ ഒരു ഓഫീസുണ്ട്. പക്ഷേ ഇവിടെ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയൊരു ഗേറ്റ് ഉണ്ട്. പഴയ ഗേറ്റൊന്നും ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് അതൊക്കെ താഴെയായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്ത് ഒരു വാച്ച് ടവർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. ഇത് ഒരു ചെറിയ കോട്ടയാണ്. അപ്പോൾ ഈ കോട്ടയുടെ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഈ വലിയ സംഭവമായിട്ടുള്ളൊരു കോട്ടയല്ല, ഒരു ചെറിയ കോട്ടയാണ്. ഇതുണ്ട്, ഇവിടെയെല്ലാം പട്ടാളക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു കോട്ട. അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ ഈ പ്രദേശം മുഴുവൻ കാണാവുന്ന രീതിയിലുള്ള ഒരു കോട്ടയാണ്. അതായത് കടലിൽ നിന്നും ഈ നദിമാർഗം കയറി വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാനുള്ള ഒരു കോട്ടയായിരിക്കണം. അതല്ല എങ്കിൽ രാജാവ് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. ഏതായാലും ഇവിടെ ചരിത്രങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ല. വരുന്ന വഴിയുടെ അങ്ങറ്റത്ത് മാത്രമേ ഉള്ളൂ ഒരു ഫലകം കണ്ടുള്ളൂ. അപ്പോൾ ഈ കോട്ടയുടെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. എങ്കിലും ഇതാണ് കോട്ടയുടെ ഒരു ഘടന. ഇതുണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ കാണത്തക്ക രീതിയിലുള്ള ഒരു കോട്ടയാണ്. ഒരു മലയുടെ മുകളിലാണ് കോട്ട. ഇതൊക്കെ മരങ്ങൾ പിന്നീട് വളർന്നാണെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റില്ലല്ലോ. ആ നദിയെല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഈ ഭാഗം മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് അത് കാണാൻ സാധിക്കാത്തത്.
അതുപോലെ തന്നെ ഇങ്ങനെ ഈ കോട്ടയിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ കയറി വരുന്നത്. കയറി വരുമ്പോൾ ഇവിടെ ഒരു മണ്ഡപം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്ന മുൻപ് ഇവിടെ ഒരു ക്ഷേത്രമോ ഒരു പ്രതിഷ്ഠയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. കല്ല് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന കോട്ടയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റിൽ കല്ല് അരിഞ്ഞ് മാറ്റിയിട്ട് വലിയ കൽപ്പാളികൾ വെച്ചിട്ട്, ഇത് കണ്ടോ, രണ്ടടി ഒരടി വീതിയുള്ള കല്ലുകൾ അടുക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊക്കെ കൈക്ക് വെട്ടിയെടുത്ത കല്ലുകളാണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലെ കവാടത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഇതൊക്കെ പിന്നീട് നിർമ്മിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിൻ്റെ അകത്തൊന്ന് ആരെയും കൊണ്ടൊന്ന് കൊന്നിട്ടാൽ പോലും ഒരു മനുഷ്യനറിയില്ല. ഇവിടെയെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്തോട്ടൊന്ന് വന്നതാണ്. ഇതുണ്ടോ, ഇവിടെയൊക്കെയാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ അതിക്രമിച്ച് എൻ്റെ പേരിൽ കേസെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഇപ്പോഴത്തെ ഗേറ്റ് തുറന്ന് കിടന്നതുകൊണ്ടാണ് കേട്ടോ കയറി പോകുന്നത്. ഇതാണ് ആ കോട്ടയുടെ ഒരു ഏരിയ. വളരെ വിശാലമായ ഒരു ഏരിയ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ലൊരു ഗാർഡനാക്കി ഇടുകയാണെങ്കിൽ വളരെ ആളുകൾക്ക് നല്ലൊരു ഗവൺമെൻറ്റിനൊരു നല്ല വരുമാനമാവും. പക്ഷേ ഇത് ചെയ്യും, പക്ഷേ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇത് കണ്ടോ, വളരെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് നല്ല ഫെസിലിറ്റികളോ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളോ ഒക്കെ ചെയ്തു കൊടുത്താൽ എന്ത് മനോഹരമായി കിടക്കേണ്ട ഒരു പ്രദേശമാണ് ഈ ഇതുപോലെ പുല്ല് പിടിച്ച് കിടക്കുന്നത്. ഒരു തീപ്പരി വീണ കത്തുന്ന പരുവത്തിലാണ് കിടക്കുന്നത്. ഇവിടെ സംരക്ഷിക്കാനോ നോക്കാനോ ഒന്നും ഒരു ആളുമില്ല. പക്ഷേ ഈ കോട്ടയുടെ മുകൾ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ആ പാലത്തിലൂടെയൊക്കെ ട്രെയിൻ പോകുമ്പോൾ നല്ല ഫുള്ളായിട്ടൊരു ട്രെയിനിൻ്റെ വിഷൻ നമുക്ക് കിട്ടുന്ന ഒരു പാലമാണത്. അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങളിൽ മീൻപിടുത്തക്കാരൊക്കെ അതിൽ നടപ്പുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറു വള്ളങ്ങളിലാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ ഇത്ര വിശാലമായ ഏരിയ, അതായത് തൊട്ടപ്പുറത്ത് കടലാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഹാർബറാണ്, കടലാണ്. നമുക്ക് ആ ഭാഗത്തോട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സൈഡിൽ കൂടെയൊക്കെ വേണം പോകാൻ. അതെങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങേ സൈഡിൽ കടലിൻ്റെ ഒരു ഭാഗം ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ അങ്ങേ സൈഡിൽ തുരുത്തുകളൊക്കെ ഉണ്ട്. അത് പാലത്തിൽ കടന്ന് പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് ദൂരം പോയിട്ട് തിരിച്ചു വന്നാലേ ഉള്ളൂ അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഹാർബറിൽ ഇങ്ങനെ കല്ലിട്ട് പലതരത്തിൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന വള്ളങ്ങൾ അടുക്കാനുള്ള, കടലിൽ നിന്നും വള്ളങ്ങൾ അകത്തേക്ക് കയറാനുള്ള പൊഴിമുഖങ്ങളായിരിക്കും. പുലിമുട്ട് ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. കാരണം ഞാനൊരു 2 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ ആരുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനാണേലും ആരുമില്ല. മുൻപത്തേലും കല്ല് ഉയർത്തി കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഇതിൻ്റെ പിടിച്ചെടുത്ത ആളുകളോ മറ്റ് ആളുകളോ ഒക്കെ അത് ഉയർത്തി കെട്ടിയതായിരിക്കും. അതുകൊണ്ട് ഇതൊരു കിണറോ കുഴിയോ എന്തോ ആണ്, കിണറാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ വെള്ളമൊന്നും കാണുന്നില്ല. അതോ കിടങ്ങുകളാണോ എന്നും അറിയില്ല. അതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ആളുകൾ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതാണ് കോട്ടയുടെ മറ്റൊരു ഭാഗം. വളരെ വിശാലമായ, വളരെ മനോഹരമായൊരു ഏരിയയാണ്. പക്ഷേ ഇതൊക്കെ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എത്ര മനോഹരമായ സ്ഥലമാണ്. ഇവിടെയൊക്കെ പണ്ട് ഇവിടെയൊക്കെ എന്തോ പീരങ്കികളൊക്കെ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഈ കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ച. ഇവിടെ എന്നാൽ ഈ പുഴയുടെ മൊത്തം വ്യൂവും അതുപോലെ തന്നെ കടലിൻ്റെ വ്യൂവും ഇവിടുന്ന് കിട്ടും. അവിടെ പുലിമുട്ടുകൾ ഇട്ടിരിക്കുന്നത് കാണാം. അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. പക്ഷേ അത് എങ്ങനെ അങ്ങോട്ട് എല്ലാം പറ്റുമെന്ന് ഞാൻ ഇവിടുന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഈ വഴി താഴെ ഇറങ്ങിയിട്ട് ഈ വഴി തന്നെ പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് തന്നെ നോക്കിയാൽ ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ കാണാം കേട്ടോ, ആ സൈഡിൽ നിന്ന്. അപ്പോൾ ശരി, നമ്മൾ കോട്ടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു ആർച്ചുണ്ട് കേട്ടോ, ഇത് കണ്ടോ? ഈ ആർച്ചിലൂടെയാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇതുണ്ട്, ഇതിൻ്റെ വാക്ക് വേ ഒക്കെ പോകുന്നുണ്ട്. ഈ സൈഡിൽ കൂടിയാണ് വാക്ക് വേ പോകുന്നത്. ഇത് പരേഡ് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് ഒന്നുകിൽ ക്ഷേത്രത്തിൻ്റെ വല്ല പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നിരിക്കണം. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേ ഇതാ ട്രെയിൻ, ആ പാളത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. പാലവും കടന്ന് ബോഗികളുണ്ടായിരുന്നു. അതൊരു ഗുഡ്സ് ട്രെയിനാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്ററിലും നീളമുള്ള ഒരു ഗുഡ്സ് ട്രെയിൻ. ചുമ്മാ തള്ളിയതാണ് കേട്ടോ, ഒരു 250 മീറ്ററിലും കാണും. ഇപ്പോഴാണ് ആ കാടിനുള്ളിൽ കയറിയത്. ശരിയാ, 1 കിലോമീറ്റർ എല്ലാം കാണും കേട്ടോ. ഞാൻ ഇത്ര അകലത്തിൽ നിന്ന് കണ്ടത് കൊണ്ടാണ്. ആ കാടിൻ്റെ ഏരിയ തന്നെ ഒരു 200 മീറ്ററിലും ഉണ്ട്. മുകളിൽ നിന്ന് കണ്ട പുഴയോരത്തോട്ട് വന്നതാണ്. കലങ്ങി കിടക്കുന്ന പുഴയാണ്, നല്ല മണലാണ് കേട്ടോ മൊത്തം. അവിടെ ഒരു മണൽത്തിട്ട നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. അത് ഇപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോഴത്തേനും മണൽത്തിട്ട തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ വളരെ മനോഹരമായ പുഴയുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ട്, ഇവിടെ ഈ പുഴയുടെ സൈഡിൽ കൂടി അങ്ങ് പോയിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാമെന്ന് വിചാരിക്കുകയാണ്. ഒരുമാതിരി മാഹിയിലെയൊക്കെ പോലെയാണ്, മൊത്തം ചെളിയാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. വള്ളങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. മുമ്പേ വരുന്ന കണ്ടായിരുന്നു, ഞാൻ ഒരു വള്ളം വരുന്നത് കണ്ടായിരുന്നു. ആ വള്ളമാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ മാത്രം നമുക്ക് പുഴയിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങോട്ട് കയറിയാൽ പിന്നെ. അപ്പോൾ ഇനി ആ കയറ്റം തള്ളി കയറ്റി വേണം പോകാൻ. നമ്മൾ പുഴയൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്.